ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അതെ, ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. മൊത്തത്തിൽ മൂടിക്കിടക്കാണ്. മഴയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല കേട്ടോ. നമ്മുടെ ജോലികൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ നേരെ അടുക്കളയിട്ട് പോയി അരിയൊക്കെ അടുപ്പത്തിട്ടു. ഞാൻ എഴുന്നേക്കുന്ന കൂടെ ഇതേ ഗ്രാമ്പു എഴുന്നേറ്റ് പോരും കേട്ടോ. ഗ്രാമ്പുവിന് എന്തെങ്കിലും ഫുഡ് രാവിലെ തന്നെ കൊടുക്കണം. അവനെ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി അങ്ങനെ ഇരുന്നോളൂ അനങ്ങാതെ. പിന്നെ ഇതേ മുട്ടക്കറിയും ചപ്പാത്തിയായിരുന്നു കേട്ടോ രാവിലത്തെ ഫുഡ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വഴിയേ ഞാൻ പറയാവേ. അങ്ങനെ ഇരിക്കുമ്പോൾ കർബൂസ് വന്നു കേട്ടോ. കർബൂസ് വന്നിട്ട് ഗ്രാമ്പൂവിനോട് വർത്തനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. കർബൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്രാമ്പൂവിനെ. എന്നാൽ ഗ്രാമ്പൂ ഇടയ്ക്കൊക്കെ ഓരോ തട്ടുമുട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനൊന്നും ചെയ്യൂലേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്തു ഇന്നത്തെ പ്ലാൻ ഇതാണ് കേട്ടോ. മനസ്സിലാക്കി കാണുമ്പോൾ ഇന്ന് പൊതിച്ചോറാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഇലയൊക്കെ മഴയ്ക്ക് മുമ്പ് ഞാൻ എല്ലാം വെട്ടിവെച്ചു. ഇനി അടുത്തടുത്ത ജോലികളിലേക്ക് പോവുകയാണേ. അപ്പോൾ അയലമീൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനങ്ങ് വറുത്ത്. ഇനി മീൻ വറുത്തത് എടുത്തുണ്ടാകുന്നത് നല്ലതല്ലേ. പിന്നെ ഒരു തോരൻ കറി വേണം. അതിനായിട്ട് എന്തേ കടുകൊക്കെ പൊട്ടിച്ചു. ബീറ്റ്റൂട്ട് തോരൻ വയ്ക്കാമെന്ന് കരുതി. അതൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ച് കേട്ടോ. ബീറ്റ്റൂട്ടിന് ഒരു പ്രത്യേക സ്മെല്ലുണ്ട് നമ്മൾ ഇലയുമായിട്ട് ചേരുമ്പോൾ. നല്ല എനിക്കിഷ്ടമാണ് ആ മണം. അങ്ങനെ അത് മൂടി വെച്ചു. പിന്നെ ഒരു മെഴുക്കുവരട്ടി വേണമല്ലോ. അപ്പോഴാണ് ഇത് ബീൻസ് ഇരിക്കുന്നത് ഓർത്തെ. ആ ബീൻസ് എടുത്തുകൊണ്ട് വന്ന് അരിഞ്ഞു. അപ്പോൾ ഈ ഗ്രാമ്പ് പിന്നെയും വന്നിട്ട് ഇങ്ങനെ കാലം വന്നിട്ട് തട്ടും മുട്ടും കാർച്ചയായിട്ട് ഇങ്ങനെ നടക്കുക. കാരണം എന്നാ മീനുണ്ട് കേട്ടോ. അവനുള്ള മീൻ ഞാൻ നേരത്തെ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതേ ബീൻസ് ഞാൻ ചെറിയ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്താ മെഴുക്കുവരട്ടിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും ആ തേങ്ങാക്കൊത്തൊക്കെ കഴിക്കുമ്പോൾ. അങ്ങനെ അതൊന്ന് മൂടി വെച്ചു വേവിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ ഒരു മുട്ട പൊരിക്കണമല്ലോ. അങ്ങനെ മുട്ട പൊട്ടിച്ചു. അതിനകത്ത് ഉള്ളിയും മുളകൊക്കെ ഒന്ന് അരിഞ്ഞിട്ടു. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തു. അതങ്ങനെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴാണ് വറുക്കുന്നത്. ഇനിയൊരു ചമ്മന്തി കൂടി വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ വത്തലമുളക് കുറവായിരുന്നു. ഉള്ള വത്തലമുളകൊക്കെ ഞാൻ എടുത്ത് ചെറുതായിട്ട് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറുത്ത് അങ്ങ് വെച്ചു. പിന്നെ തേങ്ങ ചേണ്ടി കേട്ടോ. ചമ്മന്തിക്ക് വേണ്ടി തേങ്ങയൊക്കെ ചേണ്ടി പണ്ട് അമ്മച്ചിമാരൊക്കെ ഓർക്കുന്നുണ്ടോ, ഭയങ്കരമായിട്ട് താളാത്മകമായിട്ടാണ് തേങ്ങ ചേണ്ടുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ രാവിലെ ഈ ശബ്ദം കേട്ടിട്ട് എഴുന്നേക്കാൻ. പിന്നെ ഇതേ നമ്മുടെ ബീൻസ് മെഴുക്കുവരട്ടി ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി ആവണം. അപ്പം പിന്നെ ഇവൻ കിടന്നങ്ങ് ശല്യമാണ് കേട്ടോ കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി. പിന്നെ അവൻ ആ മീൻ കൂട്ടി ചോറൊക്കെ കൊടുത്ത്. എന്നിട്ടാ മുട്ടയങ്ങ് ഞാൻ പൊരിച്ചേ. അപ്പോൾ ചെറിയൊരു മുട്ട അത് പൊരിച്ചു. എനിക്കിഷ്ടമാണ് ഈ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ ഈ മുട്ടയ്ക്ക് കേട്ടോ. അത് വിട്ടു. മെഴുക്കുവരട്ടി ഒക്കെ ആയിട്ടുണ്ട്. ചമ്മന്തി അരച്ച് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ കൊണ്ടുവന്ന ഇലയൊന്ന് വാട്ടി. ഈ ഇല വാട്ടുമ്പോഴത്തേക്കും ചെറിയൊരു മണം ഇങ്ങനെ വരത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ആ സ്മെല്ല്. അങ്ങനെ ഇലയൊക്കെ വാട്ടിയെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ചോറൊക്കെ ഒന്ന് വിളമ്പി സെറ്റപ്പ് ആക്കാം കേട്ടോ. എൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു യുദ്ധം കഴിഞ്ഞിട്ടുള്ള നിപ്പാണ് ഈ നിപ്പ്. ഇന്നെല്ലാം കഷ്ടപ്പാടല്ലേ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് സാധിച്ചെടുക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാം റെഡിയാക്കി ചോറ് വിളമ്പി കേട്ടോ. പിന്നെ നമ്മുടെ തോരൻ വെച്ചു. ബീറ്റ്റൂട്ട് തോരൻ. വല്ലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരു ടൈം മാറ്റി വെക്കണം അല്ലേ. പിന്നെ മെഴുക്കുവരട്ടി ബീൻസ് മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. അത് ചമ്മന്തി, വത്തലമുളക് ചമ്മന്തി, അയലമീൻ വറുത്തത്, പിന്നെ മുട്ട, ഒരു സൈഡിൽ മുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ചാറ്. ആ പൊതിച്ചോറിന് അതൊരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, അച്ചാറിൻ്റെ മണം. എനിക്കിത് ഈ പൊതിച്ചോറ് പൊതി കെട്ടാനൊന്നും ഞാൻ അത്ര അറിയില്ല. എന്നാലും എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഒന്ന് കെട്ടി വയ്ക്കുകയാണേ. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ഞാനത് കെട്ടി ഒരുവിധം പൊതിഞ്ഞു. ആദ്യത്തെ പൊതിയാണ് കേട്ടോ. ഇനി ചെറിയ പൊതി, ഇടത്തരം പൊതി, വലിയ പൊതി എന്നൊക്കെ പറഞ്ഞ് വേറെയും വരുന്നുണ്ട്. 4 പേരുണ്ടല്ലോ. അങ്ങനെ ഒരു പൊതി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. എന്തൊരു സന്തോഷമല്ലേ. ആഹാ, ഇത് ചെറിയ പൊതി. ഇത് ഉള്ളതിൽ ഏറ്റവും ചെറിയ പൊതിയാണ് കേട്ടോ ഇത്. അങ്ങനെ 4 പൊതികൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ പൊതിച്ചോറ് ആദ്യം പിള്ളേർക്കാണ് കേട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ നേരത്തെ കഴിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പൊതിച്ചോറൊന്നും.
പിള്ളേർക്കൊരു ഇതായിക്കോട്ടെ അല്ലേ, അവരിതൊക്കെ ഓർക്കട്ടെ. അങ്ങനെ എൻ്റെ പൊതിച്ചോറ് ഞാൻ അഴിച്ചെടുക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ബാക്കി രണ്ടുപേരുടെ ഒരാളുടെ അവിടെ ഇരിപ്പുണ്ട്, അത് അഴിക്കണം. നോക്കാം എങ്ങനെയുണ്ടാവുന്നല്ലേ. അത് ദൂരത്തു നിന്നല്ലേ കുട്ടികളുടെ പൊതിച്ചോറ് ഞാൻ എടുത്തേ. ഇതിപ്പോൾ നമുക്ക് എൻ്റെ പൊതിച്ചോറാണ് നോക്കുന്നത്. അടിപൊളി സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ. സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അത് കുറേ നാളത്തെ ആഗ്രഹമാണിത്, അതങ്ങ് സാധിച്ചെടുത്ത് ഞാൻ. അല്ല പിന്നെ ആ പ്രിയപ്പെട്ട ആഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് കഴിച്ചും കൂടി നോക്കാം. അടുത്തയാളുടെ പൊതിച്ചോറ് ഓൾറെഡി ഞാൻ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, ടേസ്റ്റൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കൊതിയൊക്കെ വരുമ്പോൾ നമ്മുടെ നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് പിന്തുടരുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.